ഗായ്സ്, അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് എക്സാം. +1 എഴുതി കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു ക്രിസ്മസ് എക്സാം. +1 കുറച്ച് ചാപ്റ്ററിന്റെ എണ്ണം കൂടുതലുണ്ടെങ്കിലും ചെറിയ ചെറിയ ചാപ്റ്ററുകളായിരുന്നു. എന്നാൽ +2 വരുമ്പോഴോ ചാപ്റ്ററിന്റെ എണ്ണമാകെ 5 എണ്ണമേ ഉള്ളെങ്കിൽ പോലും വലിയ വലിയ ടഫ് ചാപ്റ്ററുകൾ വരാൻ തുടങ്ങി. അതാണടാ +2 ബോട്ടണി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുമെന്ന് കരുതുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനാ. ഈ ചാപ്റ്റർ പഠിക്കാതെ എവിടെയും പരീക്ഷയ്ക്ക് പോകല്ലേ. മെയിൻ എക്സാം, മോഡൽ എക്സാം, ക്രിസ്മസ്, ഓണം ഏതുമായിക്കോട്ടെ, ഈ ചാപ്റ്റർ മുഖ്യമാണ് ബിക്കിലെ. അങ്ങൊരു ചാപ്റ്ററെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതാ നമ്മൾ 1-2 വീഡിയോസ് ആക്കി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ തീരില്ല, അടുത്ത ഈ വീഡിയോകൾ വരും ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. ആ ചാപ്റ്റർ ഏതാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റർ ഏതാണ് സാറേ? ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ബയോടെക്നോളജി എങ്ങനെ അപ്ലൈ ചെയ്യും ജീവികളിൽ എന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ഇത്. ബയോടെക്നോളജി 2 എന്നറിയപ്പെടുന്ന ആപ്ലിക്കേഷൻ. ആദ്യം നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എന്തൊക്കെ. ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് ബയോടെക്നോളജിയിലെ ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ. ബയോടെക്നോളജിയിൽ മുഖ്യമായിട്ട് റിസർച്ച് നടക്കുന്ന ഏരിയകൾ ഏതൊക്കെ? 3 ഏരിയനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പ്രൊവൈഡിങ് ബെറ്റർ കാറ്റലിസ്റ്റ്. ബെറ്റർ കാറ്റലിസ്റ്റിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ കാറ്റലിസ്റ്റിനെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. കാറ്റലിസ്റ്റ് പ്രവർത്തിച്ച ശേഷം ഉണ്ടായ പ്രോട്ടീനെ ഡൗൺ സ്ട്രീം പ്രോസസ് വഴി വേർതിരിക്കുന്നു. ഇത് 3മാണ് ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ. ഏതൊക്കെയാ സാറേ? ഒരു നല്ല കാറ്റലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു, ഈ കാറ്റലിസ്റ്റിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൊടുക്കുന്നു, സാഹചര്യം കൊടുത്തിട്ട് പ്രവർത്തിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, അതിനെ വേർതിരിക്കുന്നു ഡൗൺ സ്ട്രീം പ്രോസസ്സിലൂടെ. 3 ഏരിയ അതോർത്ത് വെക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്, ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ഇൻ ബയോടെക്നോളജി. പിന്നെ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചാണ് പറയണത്. പോപ്പുലേഷൻ കൂടുമ്പോൾ ഫുഡ് വേണം. ഫുഡ് കൂടണമെങ്കിൽ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിക്കണം. ചെടികൾ നട്ടുപിടിക്കുമ്പോഴോ ലോകത്തെല്ലായിടത്തും പച്ചപ്പ് വിതറും. പച്ചപ്പ് കൂടി, ചെടികൾ കൂടുതൽ വളർത്തിയ കാരണം ഫുഡും കൂടി പച്ചപ്പും കൂടി. അതിനെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഗ്രീൻ റെവല്യൂഷനിലെ ക്രോപ്പുകൾ ഒരുപാട് കൃഷി ചെയ്തു, ഒരുപാട് നല്ല ഇനം ചെടികൾ കൃഷി ചെയ്തു. അത് ഏതൊക്കെ മാർഗത്തിലൂടെയാണ്? അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്, ഓർഗാനിക് ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്, പിന്നെ ഏതോ സാറേ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയുള്ള ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ നമ്മളോട് ചോദിക്കുക, വെരി കിങ്ങിണി മക്കളെ, എന്താണ് GMO? എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. എന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതാണ് GMO ആൻഡ് ദർ യൂസസ്. GMO എന്നാൽ എന്ത്? ആ ഓർഗാനിസങ്ങളെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ത്? ഓർത്ത് വെക്കണം. റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, റെഡ്യൂസ് റിലയൻസ് ഓൺ ദ പെസ്റ്റിസൈഡ്സ്, ഇൻക്രീസ് ന്യൂട്രിയൻ്റ് കണ്ടന്റ്, അങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് ഓർത്ത് വെക്കണം. ലാസ്റ്റ്, എങ്ങനെയാണ് ഒരു പ്ലാന്റിനെ ഇൻസെക്റ്റിനോട് പ്രതികരിക്കാവുന്ന വിധത്തിൽ ആക്കി മാറ്റുന്നത്? ഇൻസെക്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്. എങ്ങനെ ഇൻസെക്റ്റിൽ നിന്ന് പ്ലാന്റിനെ റെസിസ്റ്റൻസ് നേച്ചർ കൊടുക്കാം. ഇൻസെക്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ കുറിച്ച് പഠിക്കണം. അതിന് എക്സാമ്പിളാ ഇൻസെക്റ്റിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് എക്സാമ്പിളാ BT കോട്ടണും BT ബ്രിഞ്ചാളും ഒക്കെ. ഇതൊക്കെ ഇൻസെക്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകളാ. അതേപോലെ നെമറ്റോഡ് റെസിസ്റ്റന്റ് പ്ലാന്റിനെ കുറിച്ചും പഠിക്കണം. ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ആർത്രോപോഡകൾ അറിയില്ലേ? ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ പ്രാണികൾ, ആർത്രോപോഡുകളാണ് ഇൻസെക്റ്റുകൾ. നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്കെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലെ റൗണ്ട് വേമുകൾ, അവരാണ് നെമറ്റോഡുകൾ. ഇൻസെക്റ്റും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നവരാ, നെമറ്റോഡും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നവരാ. രണ്ടും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നവരാ. രണ്ടും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ടും പെസ്റ്റുകൾ എന്നാ വിളിക്കുക. പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ അവരാരായിരിക്കും? പെസ്റ്റുകളായിരിക്കും. പ്ലാന്റിനെ ഒരു ജീവി അറ്റാക്ക് ചെയ്തോ അത് പെസ്റ്റ് ആയിരിക്കും. പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റാണ് ആര്? ഇൻസെക്റ്റ്. അങ്ങനെ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന വേറൊരു പെസ്റ്റാണ് ആര്? നെമറ്റോഡ്. എന്താ വ്യത്യാസം? ഇൻസെക്റ്റ് ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാ, നെമറ്റോഡോ അസ്കെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിലാ. രണ്ടും പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, രണ്ടും ആരാ? പെസ്റ്റുകളാ. എങ്ങനെയാണ് പ്ലാന്റിനെ ഇൻസെക്റ്റിനോട് എതിർത്ത്
നിൽക്കക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, എങ്ങനെയാണ് നെമറ്റോഡിനോട് എതിർത്ത് നിൽക്കുന്ന പ്ലാന്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, അത് പഠിക്കണം. നെമറ്റോഡിനോട് എങ്ങനെയാണ് പ്ലാന്റിനെ എതിർത്ത് നിൽപ്പിക്കുന്നത്? ഒരു മെത്തേഡ് വഴി. അതിൻ്റെ പേര് RNAi, RNA ഇന്റർഫറൻസ്, അല്ലെങ്കിൽ RNA സൈലൻസിങ്, അല്ലെങ്കിൽ ജീൻ സൈലൻസിങ് എന്നൊക്കെ വിളിക്കാറുണ്ട്. നെമറ്റോഡ് റെസിസ്റ്റന്റ് പ്ലാന്റ് RNA ഇന്റർഫറൻസ് വെരി വെരി കിങ്ങിണി എപ്പോഴും ചോദിക്കാറുള്ളതാ RNA ഇന്റർഫറൻസ്. അടുത്ത ബയോടെക്നോളജി എങ്ങനെ മെഡിസിനിൽ അപ്ലൈ ചെയ്യാം? മെഡിക്കൽ ഫീൽഡിൽ എവിടൊക്കെയാണ് ബയോടെക്നോളജി യൂസ് ചെയ്യാറുള്ളത്? ഈ 3 ഏരിയയിലാണ്. ഇൻസുലിൻ ഉണ്ടാക്കാൻ ബയോടെക്നോളജി ഉപയോഗിക്കാറുണ്ട്, ജീൻ തെറാപ്പിയിൽ ബയോടെക്നോളജി ഉപയോഗിക്കാറുണ്ട്, മോളിക്യുലർ ഡയഗ്നോസിസ് നടത്താൻ ജീൻ തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ഈ 3 എണ്ണമാണ് മെഡിക്കൽ ഫീൽഡിലുള്ള ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ചോദിക്കും, സാർ എലൈസ എന്താണ്? സാർ എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ. എന്താ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ? എന്താണ് എലൈസ? അതിന്റെ ഫുൾ ഫോം ചോദിക്കുക. അതിൻ്റെ ഒപ്പം അതിന്റെ പ്രിൻസിപ്പിളും ചോദിക്കും. എന്താ സാറേ എലൈസ ആൻഡ് പ്രിൻസിപ്പിൾ? എലൈസ എന്ന് പറഞ്ഞാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താ സാറേ? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. എപ്പോഴും പരീക്ഷയ്ക്ക് വരും. എലൈസ എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസൈ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താ? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. അടുത്ത ചോദിക്കുക, ട്രാൻസ്ജീനിക് ആനിമൽസ് എന്താ? ഒരു ജീവി, ആ ജീവിന്റെ ജീനിൽ നമ്മൾ മാറ്റം വരുത്തിയിരിക്കട്ടെ, ആ ജീവി ഏതാ? ട്രാൻസ്ജീനിക് ആനിമൽസാ. ട്രാൻസ്ജീനിക് ആനിമൽസ് നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, നമുക്ക് വേണ്ട ഒരു ജീനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി, ഒരു ജീവി നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആനിമലിലെ ജീനെ മാറ്റം വരുത്തിയാൽ ആ ആനിമൽ ഏതാ? ട്രാൻസ്ജീനിക് ആനിമലാ. ട്രാൻസ്ജീനിക് ആനിമൽസും അവരുടെ യൂസുകളും പഠിച്ചു വച്ചേക്കണം. യൂസുകൾ ഏതൊക്കെ? ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ഓഫ് ആൻ ഓർഗാനിസം, ടു സ്റ്റഡി ഡിസീസസ്, ടു പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, 4ാമത്തെ വാക്സിൻ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്, അതൊക്കെ ഓർത്ത് വെച്ചേക്കണം. ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ യൂസസ്. എന്താണ് പേറ്റന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ബയോപൈറസി എന്ന് പറഞ്ഞാൽ? പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഉടമസ്ഥാവകാശം എന്നാണ് മലയാളത്തിൽ വിളിക്കുക. ഞാൻ തെങ്ങിക്കയറുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, ആ തെങ്ങിക്കയറുന്ന മെഷീൻ ഉപയോഗിക്കാനോ നിർമ്മിക്കാനോ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ അവകാശം. വാങ്ങാൻ പറ്റില്ല, വിറ്റല്ലേ വാങ്ങാൻ പറ്റൂ. അതിനൊക്കെ എനിക്ക് മാത്രം അവകാശം. ഞാനൊരു സാധനം കണ്ടുപിടിച്ചാൽ അതിൻ്റെ മുകളിൽ പരിപൂർണമായ അവകാശം എനിക്കുള്ളത്. അതിൻ്റെ മുകളിൽ എനിക്കുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണ് ഇത്? പേറ്റന്റ്. ഞാനൊരു പാട്ട് എഴുതി യൂട്യൂബിൽ ഇട്ടാൽ ആ യൂട്യൂബിലുള്ള പാട്ട് വേറെ ഏതെങ്കിലും വീഡിയോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് എൻ്റെ അവകാശമാണ്. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി, അതിൻ്റെ മുകളിൽ അവകാശത്തെ വിളിക്കുന്ന പേരാ പേറ്റന്റ്. പേറ്റന്റ് എന്ന് വിളിക്കുക. എന്താ സാറേ ബയോപൈറസി എന്ന് പറഞ്ഞാൽ? ഇപ്പം ഞാൻ തെങ്ങിക്കയറുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, അതിൻ്റെ മുകളിലുള്ള പേറ്റന്റ് ആർക്കാ? എനിക്കുള്ളതാ. അതിൻ്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശം, അതിൻ്റെ മുകളിലുള്ള അവകാശം എനിക്കുള്ളതാ. എൻ്റെ അവകാശത്തെ മാനിക്കാതെ, എന്നോട് ഒരു തുള്ളി പോലും അനുവാദം ചോദിക്കാതെ മൾട്ടിനാഷണൽ കമ്പനികൾ എൻ്റെ തെങ്ങിക്കയറുന്ന മെഷീൻ എടുത്തുകൊണ്ട് പോയിട്ട് അവർ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് തെറ്റല്ലേ മക്കളെ? ആണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത, ഞാൻ നിർമ്മിച്ച സാധനത്തെ വലിയ കമ്പനി, ചെറിയ കമ്പനി, മൾട്ടിനാഷണൽ കമ്പനി, ഏത് കമ്പനി ആയിക്കോട്ടെ, അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം. ഒരു ആളുടെ സാധനത്തെ അയാളുടെ അനുവാദമില്ലാതെ ഒരാൾ കൈകാര്യം ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാ ബയോപൈറസി. മൾട്ടിനാഷണൽ കമ്പനികൾ ഓണറിന്റെ ഉടമസ്ഥാവകാശം ഇല്ലാതെ, അനുവാദമില്ലാതെ സാധനങ്ങൾ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇത്? ബയോപൈറസി. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, ബയോപൈറസി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ലംഘിച്ച് സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങിക്കുകയോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ബയോപൈറസി. ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്റർ. ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കരുതുന്ന ചാപ്റ്ററാണ് ഏത്? ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സ്. ഈ ചാപ്റ്റർ പഠിക്കാതെ ടൈം പോകല്ല, അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ പ്രിൻസിപ്പിളിൻ്റെ ചേട്ടനാണെങ്കിൽ ഇവൻ അവൻ്റെ അനിയനായിട്ട് വരും. ആ ചാപ്റ്റർ മനസ്സിലായാലേ അനിയനെ മനസ്സിലാകുള്ളൂ. പഠിച്ചേക്കണേ മക്കളെ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ആ ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. ആ രീതിയിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പഠിച്ചേക്കണേടാ. നിങ്ങൾക്ക് വേണ്ട എല്ലാം തരുന്നുണ്ട് എജുപോട്ടെ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഞങ്ങൾ തരേണ്ടതൊക്കെ തന്നു, സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചാൽ മതി. ഞാൻ പണ്ടെപ്പോഴും ഒരു വീഡിയോ ടോപ്പിക് തന്നെ ചെയ്തപ്പോൾ കുട്ടിയോട് ചോദിച്ചു ഏത് ടോപ്പിക്കാണ്
ടഫ് എന്ന്? കമൻറ്റ് ബോക്സിൽ ഞാൻ ബയോടെക്നോളജി 2 എന്നാ കണ്ടേ. അതുകൊണ്ടാണ് ഇനിയുള്ള എല്ലാ വീഡിയോസും ഈ ചാപ്റ്റർ നിങ്ങളെ സെറ്റാക്കി തരാൻ തരത്തിൽ എടുക്കാമെന്ന് കരുതി. അപ്പം ഇനിയുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കേമനായ ചാപ്റ്ററിനെ കുറിച്ചായിരിക്കും. ഓക്കെ അല്ലേടാ? ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കാൻ, നിങ്ങളത് കമൻറ്റ് ചെയ്യണം. എക്സ്പാൻഡ് എലൈസ ആൻഡ് ഇസ് പ്രിൻസിപ്പിൾ. ഞാൻ ഉത്തരം പറഞ്ഞു തന്നിരുന്നു. ഈ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണ് എലൈസേൻ്റെ ഫുൾ ഫോം? എന്താണ് ആ ടെക്നിക്കിൻ്റെ പ്രിൻസിപ്പിൾ? എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോടാ. കമൻറ്റ് ചെയ്യാതിരിക്കല്ലേടാ, പറ്റിക്കല്ലേടാ. എന്നാൽ വേഗം പോരുന്നു പഠിച്ചോ ഈ ടോപ്പിക്കൊക്കെ. ഇതൊക്കെ ബുക്കിലെടുക്കുക, അണ്ടർലൈൻ ചെയ്യുക, ഇരുന്ന് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതേ വരുള്ളൂ മക്കളെ. 99%. 1% എൻ്റെയും നിങ്ങളുടെയും ഭാഗ്യക്കേട് കൊണ്ടുവരും. ഓക്കെ, ബൈ.